നമസ്കാരം. ടാൻഡം PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10th പ്രിലിംസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഡിസംബർ 28 എക്സാം നടക്കുന്നവർക്കുള്ള ഹോൾ ടിക്കറ്റ് പ്രൊഫൈൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പ്രൊഫൈൽ ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. 4 ഘട്ടങ്ങളിലായിട്ടാണ് നമുക്ക് 10th പ്രിലിംസ് എക്സാം നടക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം 28/12 നടക്കുമ്പോൾ രണ്ടാമത്തെ ഘട്ടം നടക്കുന്നത് ജനുവരി 11 മൂന്നാമത്തെ ഘട്ടം നടക്കുന്നത് ജനുവരി 25 നാലാമത്തെയും അവസാനത്തെയും ഘട്ടം നടക്കുന്നത് ഫെബ്രുവരി 8 അപ്പോൾ ഈ 4 തീയതികളിലായിട്ടാണ് ഈ എക്സാം നടക്കുന്നത്. ആ ഡേറ്റ് ഒന്ന് നിങ്ങളെ ഓർമ്മയിലുണ്ടാവണം. നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്ത ആളുകളാണെങ്കിൽ ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് പ്രൊഫൈൽ പരിശോധിക്കുക. ആർക്കെങ്കിലുമൊക്കെ മെസ്സേജ് വരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 28/12 എക്സാമുള്ള ആളുകൾക്കൊക്കെ ഇന്ന് പ്രൊഫൈലിൽ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിന്റെ ഹോൾ ടിക്കറ്റ് വരിക ഈ എക്സാം കഴിയുന്ന ദിവസമാണ്. അതായത് 28 11/1 ഹോൾ ടിക്കറ്റ് വരിക. 25/1 ഹോൾ ടിക്കറ്റ് 11 മുതലാണ് വരിക. അങ്ങനെയാണ് ഒരു ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1.25 മണിക്കൂറാണ് ഈ പരീക്ഷയ്ക്കുള്ളത്. അതിനിടയ്ക്ക് ചില പരീക്ഷയ്ക്കൊക്കെ 1.5 മണിക്കൂറൊക്കെ PSC കൊടുക്കുന്നുണ്ട്. ഈ 10th പ്രിലിംസ് എക്സാമിന് 1.25 മണിക്കൂറാണ്. അതായത് 1 മണിക്കൂർ 15 മിനിറ്റാണ് നമുക്ക് എക്സാം എഴുതാനായിട്ട് കിട്ടുക. 1/2 മണിക്കൂർ വെരിഫിക്കേഷൻ ടൈം എക്സ്ട്രാ ഉണ്ടാകും. അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇനി ആകെ 14 ദിവസമേ ഉള്ളൂ നമ്മുടെ മുമ്പിലല്ലേ. 28 എക്സാം നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. ഈ സമയത്ത് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അപ്ഡേഷനാണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത്. നിങ്ങളൊക്കെ ഇതിൻ്റെ ഇത് കണ്ടിട്ടുണ്ടാകും, സിലബസ് കണ്ടിട്ടുണ്ടാകും. വലിയൊരു സിലബസ് ഒന്നുമല്ല, വളരെ ചെറിയൊരു സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ബേസിക് നോളജൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരു 15 ദിവസത്തെ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രിലിംസ് സുഖമായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ആരും പഠിക്കാതിരിക്കേണ്ട. വളരെ ചെറിയൊരു സിലബസ് ആണ്. കാരണം എല്ലാ സിലബസിലും എന്ത് പഠിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് ആ സിലബസ് ഓടിച്ച് പറയാം. നമുക്കറിയാം, ജനറൽ നോളജിന്റെ ഭാഗത്ത് നിന്ന് മൊത്തം 60 മാർക്കാണ് ഉള്ളത്. ഈ 60 മാർക്ക് ഏതൊക്കെ ഏരിയയിലേക്കാണ് കൊടുത്തത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ, അതായത് കറണ്ട് അഫയേഴ്സ് ആണ് 10 മാർക്കിന്. ഈ 60-ൽ 10 മാർക്ക് പോകുന്നത്. പിന്നെ വരുന്നൊരു 10 മാർക്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ്. അതിർത്തികളും അതിരുകളും ഊർജ്ജ മേഖലയിലും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങളൊക്കെയാണ്. അതായത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഒരു 5 ടോപ്പിക്കാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ പഠിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ അത്രേ പഠിക്കാനുള്ളൂ. ഞാനതാ പറഞ്ഞത്, ഇന്ന് ഒരു 15 ദിവസം കൊണ്ടൊക്കെ നമുക്ക് സുഖമായിട്ട് ഈ ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിന് പറ്റിയൊരു സിലബസ് ആണ് തന്നത്. പിന്നെ വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട, അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് പിന്നെ ഒരു 10 മാർക്ക് പറഞ്ഞത്. അവിടെ പറഞ്ഞത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾ. പിന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. വളരെ കുറച്ച് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് വളരെ കുറച്ച് തന്നിട്ടുള്ളൂ. മിഡീവൽ ഹിസ്റ്ററിയോ ഒന്നും തന്നിട്ടില്ല. ഈ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് 1857 റിവോൾട്ട് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളാണ് കാര്യമായിട്ട് അവിടെ വരുന്നത്. അത്രയാണ് അതിൽ പറയുന്നത്. ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരുപാട് പത്രങ്ങള്, പ്രസ്ഥാനങ്ങള്, ദേശീയ പ്രസ്ഥാനങ്ങള്, പ്രസിദ്ധീകരണങ്ങൾ, അതൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. പിന്നെ വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നും വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാൻ പറയുന്നുള്ളൂ. അതിലൊന്ന് പൗരന്റെ അവകാശങ്ങളും കടമകളുമാണ്. അതായത് മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, പാർട്ട് 3, പാർട്ട് 4. പിന്നെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പുഷ്പം, ദേശീയ ഗാനം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ ഒന്ന് പറയുന്നത്. പിന്നെ ദേശീയ ചിഹ്നങ്ങൾ, പിന്നെ ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം, ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഇത്രയേ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് പറയുന്നുള്ളൂ. അപ്പൊ അതിനപ്പുറത്തേക്ക് ചോദ്യം വരുമെന്ന് ചോദിച്ചാൽ ചോദ്യം വന്നേക്കാം. നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങളുടെ മുമ്പിൽ 14 ദിവസമേ ഉള്ളൂ. അപ്പൊ തന്ന സിലബസ് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. അതിന്റെ പുറത്തുനിന്ന് ചോദ്യം 1-2 ചോദ്യം വന്നാൽ പോലും നമ്മൾ 100 മാർക്കിനല്ലല്ലോ എക്സാം എഴുതാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു പ്രിലിംസിന് കട്ട് ഓഫ് കടക്കുക എന്നുള്ളതല്ലേ നമ്മളെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തത് പറയുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളാണ്. നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും, ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം. അതിനാണ് 10 മാർക്ക്. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ പ്രത്യേകിച്ച് കാര്യമായിട്ട് പറയുന്നത് കേരള ജോഗ്രഫിയാണ്. അതിൽ 10 മാർക്ക് ഉണ്ട്. പിന്നെ 6ാമത് പറയുന്നത് കേരള ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട
കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ, അതായത് കേരള നവോത്ഥാനവും അതോടൊപ്പം കേരളത്തിൽ നടന്നിട്ടുള്ള എന്താ പറയാ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സമരങ്ങളെ കുറിച്ചുമാണ് പറയേണ്ടത്. 10 മാർക്കിന് അധികം ഒന്നും പഠിക്കാനില്ല. കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തിരുവിതാംകൂർ ഹിസ്റ്ററി ഒന്നും ഇതിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിപ്പോ തൽക്കാലം നിങ്ങൾ ആ ഭാഗം സമയമില്ലാത്തവർ പഠിക്കണ്ട. അതല്ലാത്ത ഭാഗം, അതായത് റിനൈസൻസിന്റെ ലീഡേഴ്സിനെയും അതോടൊപ്പം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ആറ്റിങ്ങൽ കലാപം മുതൽ ഇങ്ങോട്ടുള്ള സംഭവങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്. ഇങ്ങനെ ഈ 6 ടോപ്പിക്കാണ് GK ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. പിന്നെ ഉള്ളത് നാച്ചുറൽ സയൻസിന് 10 മാർക്കുണ്ട്. നാച്ചുറൽ സയൻസിന് 10 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. നിർബന്ധമായിട്ടും ഈ ടോപ്പിക് ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം 10 മാർക്കിന് നമ്മൾ വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. ഒന്ന്, മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പ്രാഥമികമായ അറിവ്, പൊതു അറിവ്, മനുഷ്യന്റെ ശരീരത്തിൽ അസ്ഥികളുടെ എണ്ണം, അതേപോലെ ശ്വാസകോശം, ഹൃദയം, കണ്ണ് തുടങ്ങിയ അത്യാവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവിടെ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളുമാണ്. പിന്നെ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത്രയുമാണ് നാച്ചുറൽ സയൻസിന്റെ ഭാഗത്ത് 10 മാർക്കിന് നിങ്ങൾക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മൊത്തം ഒരു 7 ചാപ്റ്റർ ആണുള്ളത്. സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പിന്നെ ഫിസിക്കൽ സയൻസ്, അതായത് ഫിസിക്സും കെമിസ്ട്രിയും കൂടിയിട്ട് 10 മാർക്കാണുള്ളത്. അവിടെ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും പറയുന്നുണ്ട്, അയിരുകളും ധാതുക്കളും പറയുന്നുണ്ട്, മൂലകങ്ങളും അവയുടെ വർഗീകരണവും പറയുന്നുണ്ട്, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രവും ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, പിന്നെ ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതയും. അത്രയുമാണ് ഈ ഫിസിക്കൽ സയൻസിന്റെ ഭാഗത്ത്, അതായത് ഫിസിക്സ് കെമിസ്ട്രിയും കൂടിയിട്ട് 10 മാർക്കിന് അത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പിന്നെ ലഘുഗുണിതാണ് പിന്നെ വരുന്നത്. അതിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഉണ്ട്. ലസാഗു, ഉസാഗ, ഭിന്നസംഖ്യകള്, ദശാംശ സംഖ്യകള്, വർഗങ്ങളും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. ഇത്രയാണ് പിന്നെ മാത്സിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതേപോലെ മെന്റൽ എബിലിറ്റിയിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ വരുന്നുണ്ട്, ശ്രേണികൾ വരുന്നുണ്ട്, പ്രോഗ്രഷനുകൾ, പിന്നെ സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാന കണ്ടെത്തൽ, പിന്നെ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം. ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്, മാത്സിൽ വരുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ സിലബസ് ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 15 ദിവസം കൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക്, പ്രത്യേകിച്ച് LD എക്സാം ഒക്കെ എഴുതി അതിനുവേണ്ടി ചെറിയ രീതിയിലൊക്കെ തയ്യാറെടുപ്പ് നടത്തിയ ആളുകളാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു 14 ദിവസം കൊണ്ട് നമുക്ക് റിവേഴ്സ് ചെയ്തിട്ട് ഇത് ക്രാക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ എത്ര പഠിക്കണം എന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മൾ ഈ 10th പ്രിലിംസിന് ഒരു ക്രാഷ് ബാച്ച് ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പം പിന്നെ പറ്റുന്ന ആളുകളൊക്കെ അതിൽ ജോയിൻ ചെയ്യുക. ചെറിയൊരു ഫീസ് നമ്മൾ വാങ്ങുന്നുള്ളൂ. വെറും 249 രൂപയാണ് ഫീസ്. ഏകദേശം ഈ എല്ലാ ടോപ്പിക്കും 100% കവർ ചെയ്യാനും കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല. വെറും 14 ദിവസമേ നമ്മുടെ മുമ്പിലുള്ളൂ. 15 ദിവസം എക്സാം ദിവസം കൂട്ടിയിട്ട് 15 ദിവസമാണുള്ളത്. അപ്പൊ ഈ സമയം കൊണ്ട് മാക്സിമം നമ്മൾ PYQ സീരീസും അതേപോലെ MCQ സീരീസും ഒക്കെ ആയിട്ട് മാക്സിമം കണ്ടന്റ് നിങ്ങൾക്ക് തരും. അപ്പൊ പറ്റുന്ന ആളുകൾ അതിൽ ജോയിൻ ചെയ്യുക. ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കോഴ്സ് കിട്ടും. നമ്മൾ സെക്രട്ടറി അസിസ്റ്റന്റ് ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകളാണെങ്കിൽ അവർക്ക് ഈ കോഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേറെ നിങ്ങൾ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 249 രൂപയാണ് നമ്മൾ ഫീസായിട്ട് ഈടാക്കുന്നുള്ളൂ. ഇനി നമുക്ക് എത്ര പഠിക്കണം എന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കാം. നമുക്കറിയാം, നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് 14 ദിവസമേ ഉള്ളൂ. നമുക്കറിയാം ഈ 14 ദിവസം എത്ര സമയം കിട്ടുമോ ഇത്ര പഠിച്ചാൽ മതി എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എത്ര സമയം കിട്ടുമോ അത്രയും പഠിക്കണം. നിങ്ങളിപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഒരു 8 മണിക്കൂർ 7 മണിക്കൂർ ഉറക്കത്തിന് നമ്മൾ മാറ്റി വെക്കാം. പിന്നെ 8 മണിക്കൂറൊന്നും വേണ്ട. അപ്പോൾ ഒരു എക്സാം വരെ നമ്മളൊരു 6 മണിക്കൂറിലൊക്കെ ഉറക്കം ചുരുക്കണം. അങ്ങനെയായാലും ഏറ്റവും നല്ലത്. ഒരു 6 മണിക്കൂർ ഉറക്കത്തിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ അവിടെ ഒരു 3, പിന്നെ ബാക്കിയുള്ള വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം കൂടി നമുക്കൊരു 3 മണിക്കൂർ. അതും കഴിഞ്ഞാൽ ബാക്കി എത്രയായി? അപ്പോൾ എല്ലാം കൂടി ഒരു 10 മണിക്കൂർ നിങ്ങൾ അതിനുവേണ്ടി മാറ്റി വെച്ചാൽ ബാക്കി ഒരു 14 മണിക്കൂർ വീണ്ടും പിന്നെ ഉണ്ട് അല്ലേ. അതിൽ നിന്ന് പിന്നെ ഡെയിലി നമ്മുടെ റൂട്ടീൻ കാര്യങ്ങൾ ചെയ്യാനൊക്കെ സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 12 മണിക്കൂറൊക്കെ വീട്ടമ്മമാർക്കൊക്കെ പഠിക്കാൻ വേണ്ടി കിട്ടും.
ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അത്ര കിട്ടൂല, ഒരു 4-5 മണിക്കൂറൊക്കെ കിട്ടുള്ളൂ. മാക്സിമം നിങ്ങൾ രാവിലെ ഒരു 4 മണിക്ക് എഴുന്നേറ്റ്, ഒരു ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് ഒരു 8 മണി വരെയൊക്കെ അവർ ഫ്രീ ആയിരിക്കും. ആ ഒരു 4 മണിക്കൂർ നന്നായി പഠിക്കാൻ പറ്റിയ സമയമാണ്. ആ സമയം ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം വൈകുന്നേരം ഒരു രാത്രി 11 മണി വരെ, ഒരു 10 മണി, മാക്സിമം 11 മണി വരെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് മാക്സിമം ഒരു ദിവസം എത്ര സമയം കിട്ടുന്നു അത്രയും പഠിക്കുക. കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. ഇന്ന് പഠിച്ചത് കുറേ പഠിക്കുന്നതിനേക്കാൾ നല്ലത് പഠിച്ചത് കൃത്യമായിട്ട് റിവൈസ് ചെയ്തിട്ട് അത് പരീക്ഷയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളിപ്പോൾ കറണ്ട് അഫയേഴ്സ് കുറച്ച് കൂടുതൽ നിങ്ങൾ സമയം കൊടുക്കണം. 10 മാർക്കാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ LD ക്ലർക്കിന് പഠിച്ച കാര്യങ്ങളാവില്ല ഇപ്പോൾ പഠിക്കാണ്ടാവുക. പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണല്ലേ ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനൊരു 2 ദിവസം, ഇനിയുള്ള ദിവസങ്ങളിൽ 2 ദിവസം നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാറ്റി വെക്കുക. പിന്നെ ബാക്കിയുള്ളതിനൊക്കെ നിങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 6 GK ഭാഗത്ത് 6 ഇത് വരുന്നതിൽ പിന്നെ കറണ്ട് അഫയേഴ്സ് പോയി അതിന് 2 ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 5 ടോപ്പിക്കാണ്. ഈ 5 ടോപ്പിക്കിന് നിങ്ങൾക്ക് പിന്നെ 1.5 ദിവസം വീതം മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു 7.5 ദിവസം അതിന് വേണ്ടി വരും. 7യും മറ്റേ 3 എത്രയായി, 2 എത്രയായി, 9. 10 ദിവസം നമ്മൾ GKക്ക് വേണ്ടി മാറ്റി വെക്കുക. പിന്നെ നിങ്ങൾക്കുള്ളത് 4 ദിവസമാണ്. ആ 4 ദിവസത്തിൽ 2 ദിവസം നിങ്ങൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് മാറ്റി വെച്ചോളൂ. നമ്മൾ LD ക്ലർക്കിന്റെ ഈ പിന്നെ 5 പിന്നെ ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുള്ള 5ആണെന്ന് എൻ്റെ ഓർമ്മ, എത്രയാണെങ്കിലും അത്ര ഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള LD ക്ലർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കുക. അതിൽ വന്നിട്ടുള്ള സമാനമായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ഒന്ന് പ്രത്യേകം വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതേപോലെ ഈ സയൻസ് ഭാഗത്തുനിന്ന് വേണ്ടിയും മൊത്തം 4 ദിവസത്തിൽ 3 ദിവസം ഇതിനു വേണ്ടി മാറ്റി വെക്കുക. ഒരു 2 ദിവസം സയൻസിനും 1.5 ദിവസം സയൻസിനും 1.5 ദിവസം മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്കും മാറ്റി വെക്കുക. അവസാനത്തെ ദിവസം 14ാമത്തെ ദിവസം, അതായത് 27-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ റിവിഷന് വേണ്ടി വെക്കുക. അന്ന് കൂടുതൽ പഠിക്കാതെ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പോവുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ന് പഠിച്ചത് നാളെ പഠിക്കുക, നാളെ പഠിച്ചത് മറ്റന്നാളും റിവൈസ് ചെയ്യുക. അങ്ങനെ 2 ദിവസമെങ്കിലും മിനിമം നിങ്ങളൊരു ടോപ്പിക്ക് റിവൈസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത് അപ്പോൾ തന്നെ വെട്ടിക്കളയണം. ചുവപ്പ് മഷി കൊണ്ട് ഇതിന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തോന്നുന്ന ഫാക്റ്റ് ആണെങ്കിൽ അപ്പോൾ തന്നെ ചുവന്ന മഷി കൊണ്ട് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാവും. ആ രീതിയിലൊക്കെ പഠനം ക്രമീകരിക്കുക. നല്ല രീതിയിൽ പഠിക്കുക. ഇനി കുറച്ച് ദിവസം നല്ല രീതിയിൽ പഠിക്കുക. സുഖമായിട്ട് നമുക്ക് ഈ 10th പ്രിലിംസ് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.